12 നാളത്തെ അശാന്തിക്ക് ശേഷം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാനും ഇസ്രായേലും അംഗീകരിച്ചു. ഇന്ത്യൻ സമയം 9:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും നടത്തിയത്. ഇസ്രായേലിന്റെ ബിർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلی العظیم. گرامی می‌داریم یاد و خاطره فرماندهان شهید و شهدای اخیر حملات رژیم صهیونیستی در پاسخ به اقدام وحشیانه അമേരിക്കയിലെ എയർബേസുകൾ ആക്രമിക്കാൻ ഇറാൻ സൈനിക നേതൃത്വം ഉത്തരവിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി. ഖത്തറിലെയും ഇറാഖിലെയും വ്യോമത്താവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. ബി ദിലീപ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിലീപ്, നിരുപാധിക കീഴടങ്ങൽ എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരുന്ന അന്ത്യശാസന മുന്നറിയിപ്പ്. അതിനുശേഷം B-2 ബോംബർ, അതിനുശേഷം ഇറാന്റെ തിരിച്ചടി. എങ്ങനെയാണ് ഓൾ ഓഫ് എ സഡൻ വെടിനിർത്തൽ നടത്തിയേക്കാം എന്ന് ട്രംപിന് തോന്നലുണ്ടാവുന്നത്, പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്? അത് പ്രാബല്യത്തിലായോ ദിലീപ്? ഹാഷ്മി, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയോടുകൂടി ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ, ഇതോടൊപ്പം തന്നെ ഇതിന് തൊട്ടു പിന്നാലെ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെയും ആക്രമണം നടത്തി. ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് സമ്മതിച്ചു, വെടിനിർത്തലിന് ധാരണയായി എന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ ഇത് സംബന്ധിച്ച കുറിപ്പ് അദ്ദേഹം ഇട്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ 2 രാജ്യങ്ങളും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇറാൻ ടെലിവിഷൻ, സ്റ്റേറ്റ് ടെലിവിഷൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ ഇന്ന് രാവിലെ 9:30 ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ മാധ്യമങ്ങളും പറയുന്നത് ഇസ്രയേലും വെടിനിർത്തലിന് തയ്യാറായി എന്നാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി അറിയിപ്പ് നൽകിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഈ യുദ്ധത്തിൽ ആരു ജയിച്ചു, ആരു പരാജയപ്പെട്ടു എന്നത് അതൊരു പ്രസക്തമായ കാര്യവുമല്ല, അതിപ്പോൾ പരിശോധിക്കേണ്ട വിഷയവുമല്ല. അതിനപ്പുറം ഇത് മനുഷ്യരാശിയെ ആകെ ബാധിക്കുന്നത്, പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുന്ന വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമാധാനത്തിലേക്ക് 2 രാജ്യങ്ങളും പോകണം എന്ന നിലപാടുള്ളവരായിരുന്നു ലോകത്തിലെ സമാധാനകാംക്ഷികളായ രാജ്യങ്ങളും മനുഷ്യരുമൊക്കെ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്, നേരത്തെ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായപ്പോൾ സമാനമായ രീതിയിൽ ആദ്യം തന്നെ ഒരു പ്രസ്താവനയുമായി ഈ 2 രാജ്യങ്ങളും വെടിനിർത്തലിന് തയ്യാറായി എന്ന കാര്യം പറഞ്ഞുകൊണ്ട് വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. എന്നാൽ അങ്ങനെയൊരു മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ പിന്നീട് വ്യക്തമാക്കുകയും പാകിസ്ഥാനാണ് തങ്ങളോട് യാചിച്ചത് സമാധാനത്തിന് വേണ്ടി, വെടിനിർത്തലിന് വേണ്ടി എന്ന് ഇന്ത്യ ഔദ്യോഗികമായി പറയുകയും ചെയ്തത് നാം കണ്ടതാണ്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിലൊരു പ്രസ്താവന നടത്തുന്നു. അതിന് പിന്നാലെ ഇറാൻ ഇക്കാര്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇസ്രയേൽ ആദ്യം ആക്രമണം നടത്തി, അതുകൊണ്ട് ഇസ്രയേൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടായിരുന്നു ഇറാൻ സ്വീകരിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ ഖത്തറിൻ്റെ നിലപാടും നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം, ഇറാനെ ഇക്കാര്യത്തിൽ സമ്മതിപ്പിക്കുന്ന കാര്യം ഏറ്റു എന്ന നിലയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയ ഉറപ്പ്. പക്ഷേ ഇറാനിലെ പ്രധാന ആണവ നിലയങ്ങൾ ബോംബിട്ടതും അതുമായി ബന്ധപ്പെട്ട അമർഷവും ഒക്കെ പുകയുന്ന ഇറാനോട് എങ്ങനെ സംസാരിക്കും എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വിഷയമായിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ് ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം ടെഹ്റാൻ ഭരണകൂടവുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി. മാത്രമല്ല, ആ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന്, ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക്, പലപ്പോഴും മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ഖത്തറാണ്. ഖത്തറിനെ ഇക്കാര്യത്തിൽ ഇടപെടിക്കാനായിരുന്നു ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഖത്തർ എമീർ തമീൻ ബിൻ ഹമദ് അൽത്താനിയുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇറാനെ കൊണ്ട് ഈ വിഷയത്തിൽ സമ്മതിപ്പിക്കണം, സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യം ഖത്തറിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. തുടർന്നാണ് ഖത്തറിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ബിൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽത്താനി അദ്ദേഹത്തോട് ഇക്കാര്യത്തിൽ ഇറാൻ ഭരണകൂടവുമായി ചർച്ച നടത്താൻ ആവശ്യപ്പെടുകയും
ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് രണ്ടു രാജ്യങ്ങളും ധാരണയായിട്ടുള്ളതും. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഇനി എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇറാനിലെ ആണവ നിലയങ്ങൾ അപ്പാടെ തകർത്തു എന്നായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്താണ് സംഭവിച്ചത് എന്നത് ലോകത്തിന് ഇപ്പോഴും അജ്ഞാതമാണ്. അങ്ങനെ ആണവ നിലയങ്ങൾ തകർത്തിട്ടുണ്ടോ? ആണവ നിലയങ്ങൾ തകർക്കാൻ അത്രയും ആഴത്തിലേക്ക് അമേരിക്കയുടെ ഈ വലിയ ബോംബറുകൾ, അത് ബങ്കർ ബസ്റ്റർ ബോംബറുകൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാൻ അവകാശപ്പെട്ടതുപോലെ അവിടെ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം പുറത്തേക്ക് സുരക്ഷിതമായി മാറ്റിയെന്ന് പറയുന്നു. അങ്ങനെ മാറ്റിയിട്ടുണ്ടോ? അക്കാര്യത്തിലൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ഇറാൻ പുറത്തുള്ളവരെ പരിശോധനയ്ക്ക് അനുവദിക്കുക എന്നതാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അടക്കം കഴിഞ്ഞ ദിവസം IAEA രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായുള്ള കരാറുകൾ അവസാനിപ്പിക്കാൻ ഇറാൻ പാർലമെൻറ്റ് തീരുമാനിച്ചിരുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ വിധേയമാക്കിയാലല്ലാതെ ഇക്കാര്യത്തിലുള്ള സത്യാവസ്ഥ പുറത്തുവരില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇപ്പോൾ ഈ വെടിനിർത്തലിന് രണ്ടു രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള വസ്തുതകൾ പുറത്തുവരട്ടെ, സമാധാനം പശ്ചിമേഷ്യയിൽ പുലരട്ടെ എന്നാഗ്രഹിക്കാം. ദിലീപ്, അല്ലെങ്കിൽ തന്നെ ഒരു യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്ന ആധുനികകാല യുദ്ധങ്ങൾക്ക് ആ ചോദ്യം തന്നെ പ്രസക്തമല്ല. അവിടെ ഉള്ളത് പരാജയങ്ങൾ മാത്രമാണ്, നഷ്ടങ്ങൾ മാത്രമാണ്, നിരപരാധികളുടെ ജീവൻ അല്ലെങ്കിൽ ഈ പറയുന്ന കൊടിയ നാശങ്ങൾ മാത്രമേ ബാക്കിയാവുകയുള്ളൂ. നമുക്ക് പല യുദ്ധങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്, ഏറ്റവും കൂടുതൽ റഷ്യ യുക്രൈൻ അടക്കം. ദിലീപ്, ഇവിടെ അമേരിക്ക ആദ്യം ഇസ്രായേൽ പിന്നെ അമേരിക്ക അവിടുത്തെ ഇറാനിലെ റെജീം ചേഞ്ച് ഏതാണ്ട് പരോക്ഷമായി പ്രഖ്യാപിച്ചതാണ്. ട്രംപ് പറഞ്ഞത് എന്താണ്? റെജീം ചേഞ്ച് എന്ന വാക്കിനാണല്ലോ പ്രശ്നം. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ, മാഗ പോലെ മീഗ, അങ്ങനെ പറഞ്ഞ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. നെതന്യാഹുവിനെ കൊല്ലും എന്താണ് ഇസ്രായേലും ട്രംപ് പരോക്ഷമായും അത് പറഞ്ഞതാണ്. ഒരു ദീർഘകാല യുദ്ധം എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്ന ഈ രണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലും അമേരിക്കയും ഏതാണ്ട് ഉറപ്പിച്ചതുമാണോ? പെട്ടെന്ന് ട്രംപിൻ്റെ താല്പര്യപ്രകാരം ആ വെടിനിർത്തൽ വരുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അത് ലോകരാജ്യങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി ആവില്ലേ വരും മണിക്കൂറുകളിൽ? ദിലീപ്. ഹാഷ്മി, ഇസ്രയേലിനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് ആ മേഖലയിൽ പശ്ചിമേഷ്യയിൽ പലപ്പോഴും ഈ രാജ്യങ്ങളുടെ ആക്രമണവും അതോടൊപ്പം തന്നെ ഇടപെടലുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേൽ ആ മേഖലയിലെ പല രാജ്യങ്ങളുമായും അവർ സംഘർഷത്തിലേർപ്പെട്ടിട്ടുണ്ട്, പല ഗ്രൂപ്പുകളുമായി സംഘർഷത്തിലേർപ്പെട്ടിട്ടുണ്ട്. അത്തരം സംഘർഷങ്ങളുടെ അവസ്ഥയായിരുന്നില്ല. ഇറാനെ സംബന്ധിച്ച് വലിയൊരു രാജ്യം, വലിയ സൈനിക ശേഷിയുള്ള രാജ്യം, ആണവശേഷിയുള്ള രാജ്യം, അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അതിൽ പല പല മാനങ്ങളുണ്ട്, പല പല കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പൊടുന്നനെ ഇത്തരത്തിൽ ഇറാനെതിരെ ഒരു ആക്രമണം നടത്തുക, ഇറാൻ ആകട്ടെ ശക്തമായി ചെറുത്തു നിൽക്കുകയും ഇസ്രയേൽ ഏറ്റവും പലപ്പോഴും അവകാശപ്പെട്ടിരുന്നത് തങ്ങളുടെ അയൺ ഡോം, തങ്ങളുടെ വ്യോമാതിർത്തിയെ, വ്യോമമേഖലയെ സംരക്ഷിക്കുന്നതൊക്കെ അയൺ ഡോം ഉപയോഗിച്ചാണ്. അത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ മിസൈലുകളോ വിമാനങ്ങളോ ഒക്കെ വന്നാൽ വ്യോമമാർഗം വരുന്ന എന്തിനേയും തകർക്കാൻ ശേഷിയുള്ള, ഭസ്മീകരിക്കാൻ